2,3,5,7,11 എക്സെട്ര എന്ന് പറയുന്ന നമ്പറാണ് പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യ എന്നുള്ളത് നമുക്ക് പലർക്കും അറിയാം. എന്നാൽ ഈ നമ്പേഴ്സൊക്കെ എന്തുകൊണ്ടാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്നുള്ളത് നമ്മൾ പലർക്കും അറിയില്ല എന്നാണ് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കാണാം. നമ്പർ ഹോൾ നമ്പർ ഗ്രേറ്റർ ദാൻ ദ 1 ആൻഡ് ഹാസ് ഓൺലി 2 ഡിവൈസർ 1 ആൻഡ് ഇറ്റ് സെൽഫ്. അതായത് രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള ഒന്നൊഴികെയുള്ള എല്ലാ എണ്ണൽ സംഖ്യകളെയുമാണ് എന്തു പറയുക, അഭാജ്യ സംഖ്യ, അതല്ല പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു എക്സാമ്പിളായിട്ട് 3 എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഈ 3 കിട്ടാൻ 1 into 3 എന്ന് ചെയ്യല്ലാണ്ട് വേറെ വഴിയില്ല. ഇവിടെ നോക്കുമ്പോൾ എന്താണ്, 1ഉം 3യുമാണ് എന്ത് ഘടകങ്ങൾ. ഇവിടെ അപ്പം എത്ര ഘടകങ്ങളുണ്ട്? 2 ഘടകങ്ങളുണ്ട്. ഇനി 2 എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ ഈ 2 കിട്ടാൻ 1 into 2 ചെയ്താൽ മാത്രമേ ഘടകം കിട്ടൂ, ആ വാല്യൂ കിട്ടൂ. അതല്ലാണ്ട് വേറെ വഴിയില്ല. അതായത് ഇവിടെ എന്താണ്, 2 ഘടകങ്ങളുള്ളൂ, 2, 3. ഇനി 5 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 into 5 ആണ്. 5ന് ഇനി വേറെ നമ്പർ വെച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. അതായത് എണ്ണൽ സംഖ്യ വെച്ചിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം എന്താണ്, 2 നമ്പർ ഓഫ് ഘടകങ്ങൾ ഫാക്ടേഴ്സ് ആണ് ഇവിടെയുള്ളത്. 1 into 7 എന്നല്ലാതെ വേറെ വഴിയില്ല. 11 എടുക്കുകയാണെങ്കിലും അതെ, 1 into 11 അല്ലാതെ വഴിയില്ല. ഇവിടെയൊക്കെ എന്താണ്, 2 ഘടകങ്ങളാണ് ഉള്ളത് അല്ലേ, കോമൺ ആയിട്ട് 2 ഘടകങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് എന്താണ്, ഇതിനെയാണ് നമ്മൾ പറയുന്നത് പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത്. സോ സപ്പോസ് ഇതിൻ്റെ ഇടയിലുള്ള നമ്പേഴ്സ് 2, 3, 5, 7, 11 എക്സെട്ര അതിൻ്റെ ഇടയിലുള്ള നമ്പർ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സപ്പോസ് 4 ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ 1 into 4ഉം 4 ആണ്, 2 into 2ഉം 4 ആണ്. അപ്പോൾ ഇവിടെ 4 വരാനുള്ള സാധ്യത അല്ലെങ്കിൽ 4 വരാൻ ഏതൊക്കെ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം? അതായത് 4ൻ്റെ ഫാക്ടേഴ്സ് ആയിട്ട് ഏതൊക്കെയാണ്? 1 ഉണ്ട്, 4 ഉണ്ട്, 2 ഉണ്ട്. അതായത് ഇവിടെ എന്താ, 2ൽ കൂടുതൽ എന്താണ് ഘടകങ്ങളുണ്ട്, ഫാക്ടേഴ്സ് ഉണ്ട്, 3 ഘടകങ്ങളുണ്ട്. അതേപോലെ ഇനി 6 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് 1 into 6 വരും, 2 into 3 6 വരും. അതായത് 1, 2, 3 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഫാക്ടേഴ്സ് ആണ്, 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഇനി 9 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 3 into 3 9 ആണ്. അതേപോലെ 1 into 9ഉം 9 ആണ്. അതായത് 1, 8, 9 എന്താണ്, 3 ഫാക്ടേഴ്സ് ആണ് ഇവിടെ വരുന്നത്. ഇവിടെ എന്താണ്, 2ൽ കൂടുതൽ ഫാക്ടേഴ്സ് ഉണ്ട്, 3 ഫാക്ടേഴ്സ് ഉണ്ട്. ഇനി ചില നമ്പർ 4 ഫാക്ടേഴ്സ് വന്നു എന്ന് വരാം. അതായത് സപ്പോസ് 8 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 എന്താണ്, 1 into 8 8 ആണ്, 2 into 4 8 ആണ്. ഇപ്പോൾ ഇവിടെ 1, 2, 4, 8 4 നമ്പർ വന്നു. അതായത് 4 ഘടകങ്ങളാണ് ഇവിടെ ഉള്ളത്. അതായത് 2ൽ കൂടുതലാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, ഫാക്ടേഴ്സ് ഉള്ളത് എന്നുണ്ടെങ്കിൽ അതിനെന്താണ്, പ്രൈം നമ്പേഴ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യില്ല. അങ്ങനത്തെ നമ്പേഴ്സിനെയാണ് നമ്മൾ പറയുന്നത് ഭാജ്യസംഖ്യകൾ അഥവാ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ പ്രൈം നമ്പേഴ്സ് എന്താണ്, കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താണെന്നുള്ളത് ഇപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഭാഗത്ത് നിന്ന് നമ്മളെ പല കോമ്പറ്റേറ്റീവ് എക്സാമിനും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 to 10, 10 to 20, 20 to 30, 30 to 40, 40 to 50, 60, 70, 80, 90, 100. ഇത് ബേസിക്കായിട്ട് ഈ നമ്പറിൻ്റെ ഇടയിൽ എത്ര പ്രൈം നമ്പേഴ്സ് വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് പണ്ട് ലാലേട്ടൻ ഒരാളോട് പറഞ്ഞ പോലെ ഒരു ഫോൺ നമ്പർ ഓർത്തു വെക്കുക, അതേ ഉള്ളൂ ഇവിടെ വഴി. 2244 ആണ് അവിടെ പറഞ്ഞത് അല്ലേ, അങ്ങനെയാണെന്ന് തോന്നുന്നു. അതേപോലെ 44, 22, 32, 23, 21 ഈ നമ്പർ ഓർത്തു വെക്കുക. അതായത് 1 to 10 വരെ 4 പ്രൈം നമ്പേഴ്സ്, 10 to 20 വരെ വീണ്ടും 4, 20 to 30 2, 30 to 40 2, 40 to 50 3,
52, 62, 60 to 70 to 70 to 83, 80 to 92, 90 to 10, 100, 1. അതായത് 1 മുതൽ 100 വരെ ഏകദേശം 25 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാന്നുള്ളത് ഈ വീഡിയോ മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക. സോ ബൈ.